മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണം തെക്കേക്കൊട്ടാരം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പത്തായപ്പുര ഉൾക്കൊള്ളുന്ന തെക്കേക്കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. കിഴക്കുംകര കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് തെക്കേക്കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ക്ഷേത്രം വലിയച്ഛൻ കുമാരൻ കോമരം തെക്കേ കൊട്ടാര ഗോപുരമാടിന്റെ ആദ്യ ഓട് നീക്കിക്കൊണ്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതിപുരാതനമായ മടിയൻ ക്ഷേത്രപാലകൻ അമ്മ മടിയൻ കാലരാത്രിയുടെ ക്ഷേത്രം മടിയൻകൂലം സ്വർണ്ണപ്രശ്ന ചിന്തയിൽ കണ്ട പ്രകാരം നവീകരിക്കണമെന്ന് തീരുമാനിച്ച പ്രകാരം ശ്രീ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകന്മാരും കമ്മിറ്റി അംഗങ്ങളും തെക്കേ കൊട്ടാരം നവീകരിക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ക്ഷേത്രം ആചാര സ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഇന്ന് അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ സുരേഷ് അന്തിത്തിരിയൻ, നാരായണൻ കോമരം, കണ്ണൻ കോമരം, ശശി ഊരാളൻ എന്നിവർ നേതൃത്വം നൽകി. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പി ഗംഗാധരൻ പാലക്കി, വൈസ് പ്രസിഡന്റ് വി രാജൻ, ഗജാൻജി കുമാരൻ പുതിയകണ്ഠം, മടിയൻകുളം ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ, ട്രസ്റ്റി ബോർഡ് മെമ്പർ വി നാരായണൻ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ സുധീഷ് പാലക്കി തുടങ്ങിയവരും കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര മെമ്പർമാരും മറ്റ് ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കാളികളായി. ഫെബ്രുവരി 23 രാവിലെ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്ന എല്ലാ പ്രാദേശിക തലത്തിൽ നിന്നുള്ള അംഗങ്ങൾ എത്തിച്ചേർന്ന് ശ്രമദാനത്തിലൂടെ മാടനീക്കൽ പ്രവൃത്തി പൂർത്തിയാക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.